ഇന്ന് നമുക്ക് ഒരു തനി നാടൻ കേരള സ്റ്റൈലുള്ള കൂട്ടുകറി തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. എല്ലാവരും വന്നോളൂ. അപ്പോൾ അതിനായിട്ട് ഒരു മുറി ചേന, ഒരു ഏത്തയ്ക്ക, കുതിർത്ത് വെച്ചിരിക്കുന്ന വെള്ളക്കടല 1 കപ്പ് ആണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ വെള്ളക്കടല ആദ്യമായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട, കടല മൂടി കിടക്കത്തക്ക രീതിയിലുള്ള വെള്ളം ഒഴിച്ചാൽ മതിയാവും. ഇതിനെ ഒന്ന് വേവിച്ചെടുക്കാം. കുഴഞ്ഞു പോകണ്ട, അത് നന്നായിട്ട് വെന്താൽ മാത്രം മതിയാവും. നമുക്ക് കഷ്ണം എടുക്കാം. ഏത്തയ്ക്ക, ചേന ഇത് രണ്ടുമാണ് ഇതിനെടുക്കുന്ന കഷ്ണങ്ങൾ. ഏകദേശം ഒരേ അളവിലെടുക്കണം. ഇത് കായും ചേനയും ഒരുപോലെ അളവിലായിരിക്കണം നമ്മൾ കറിക്ക് എടുക്കാനായിട്ട്. ചേനയെല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഏത്തയ്ക്കായ പോലെ തൊലിയെല്ലാം കളഞ്ഞ് ഇതൊന്ന് 4ആയിട്ട് കീറി തീരെ ചെറുതല്ലാത്ത കഷ്ണം പുളിങ്കറിക്കൊക്കെ പുളിശ്ശേരിക്കൊക്കെ അരിയുന്ന പോലെ നമുക്ക് അരിഞ്ഞെടുക്കാം. തെക്കൻ കേരളത്തിൽ ഇത് രണ്ടുമായി എടുക്കാറുള്ള ചേനയും കായുമാണ് സാധാരണ കൂട്ടുകറിക്കൊക്കെ എടുക്കുന്നത്. നിങ്ങളെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മളത് കഴുകിയൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി അരപ്പ് തയ്യാറാക്കാനായിട്ട് അരയ്ക്കാൻ തേങ്ങ 1 മുറി തേങ്ങ ടോട്ടൽ എടുത്തിരുന്നത്. വറക്കാനാണ് കൂടുതൽ തേങ്ങ നമുക്ക് ആവശ്യം. അരയ്ക്കാൻ അതിൻ്റെ പകുതി മതിയാവും. അതവിടെ ഇരിക്കട്ടെ. നമുക്കിനി തേങ്ങ വറുക്കാൻ ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാനിലേക്ക് 1 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണയൊക്കെ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക. ഇതിൻ്റെ കൂടെ 2 കരിവേപ്പില, 1 ഉണക്കമുളക്, 1 സ്പൂൺ ഉഴുന്ന്, ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഉഴുന്നിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുന്നവരേക്കും നമുക്ക് ഇളക്കി കൊടുക്കാം. ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്കിതൊന്ന് വറുത്തെടുക്കാം. തീ കുറച്ച് വെച്ചോണേ. ഉഴുന്നിൻ്റെ കളറൊക്കെ കണ്ടില്ലേ, മാറി വന്ന് തുടങ്ങിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. കൂടുതൽ തേങ്ങ വറുക്കാനെടുക്കണം, അരയ്ക്കാൻ അത്രയും തന്നെ വേണ്ട. തേങ്ങയുടെ കളറൊക്കെ മാറി നന്നായിട്ടൊന്ന് ചുമന്നൊക്കെ വരണം. അതുവരേക്കും നമുക്കിതൊന്ന് വറുത്തെടുക്കണം. ഇനി കഷ്ണം നമുക്ക് വേവിച്ചെടുക്കാം. ചേനയും കായും കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. വേവാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. 1 ഗ്ലാസ് വെള്ളമൊക്കെ മതിയാവും. വെള്ളം എത്രയും മതി. രുചിക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ ചേർത്തു. പിന്നെ എരിവിന് മുളക് ഞാനിവിടെ കുറച്ച് ചേർക്കുന്നുള്ളൂ. 1/2 ടീസ്പൂൺ മുളക് ചേർത്തിട്ടുള്ളൂ. മുളക് പൊടി നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ആഡ് ചെയ്യുക. പിന്നെ ഇത് ഏറ്റവും ടേസ്റ്റ് കൊടുക്കുന്നതാണ് നമ്മുടെ കറിക്ക്. കുരുമുളക് പൊടി 1/4 ടീസ്പൂണ്, അതും കൂടെ ചേർത്ത് നമുക്ക് വേവിക്കാനായിട്ട് വയ്ക്കാം. 3 വിസിൽ മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ ഇത് കറക്റ്റ് വെന്തിരിക്കും. ചേനയ്ക്ക് വേവ് കൂടുതലുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യണം. നമുക്കിനി അരപ്പ് തയ്യാറാക്കാം. ഒരു 1/2 ടീസ്പൂൺ ജീരകം, കുറച്ച് വെള്ളവും ചേർത്ത് ഇതൊന്ന് അരച്ചെടുക്കാം. പുളിശ്ശേരിക്ക് അരിയുന്ന പോലെ അങ്ങനെ അങ്ങ് സോഫ്റ്റ് ആവണമെന്നില്ല. ഇത് നമ്മുടെ കഷ്ണമൊക്കെ വെന്തിട്ടുണ്ടോ എന്ന് നോക്കട്ടെ. വെള്ളത്തിൻ്റെ അളവ് നമ്മൾ ശ്രദ്ധിക്കണം. ഇത് നമുക്ക് സദ്യയിൽ കട്ടിയായിട്ടുള്ള കറിയാണല്ലോ, ഒഴിച്ചു കൂട്ടാനല്ല. അതുകൊണ്ട് വെള്ളം കൂടുതലെന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് തുറന്ന് വെച്ച് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ കറക്റ്റായിട്ട് വെന്ത് വരും. അപ്പോൾ നമ്മൾ വേവിച്ച് വെച്ച കടലയും അതിൻ്റെ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ കടലയും കായും ചേനയൊക്കെ കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കാനായിട്ട് വയ്ക്കാം.
കൂടുതലുള്ള വെള്ളമെല്ലാം കണ്ടില്ല, അതെല്ലാം വറ്റിയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കണം. അരപ്പ് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഒന്നുകൂടെ ഇളക്കി തിളപ്പിക്കാൻ വയ്ക്കാം. എളുപ്പത്തിനാണ്. പിന്നെ ഗ്യാസും നമുക്കിപ്പോൾ ബുദ്ധിമുട്ടല്ലേ കിട്ടാൻ, അതുകൊണ്ടാണ് കുക്കർ വയ്ക്കുന്നത്. ഇതൊക്കെ സാധാരണ ഉരുളിയിലൊക്കെയാണ് എരിശ്ശേരി കൂട്ടുകറിയൊക്കെ വയ്ക്കാറുള്ളത്. അപ്പോൾ ഗ്യാസിനൊക്കെ ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ നമ്മൾ അരപ്പും ചേർത്തു. ഇതിന് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. അതിലേക്ക് തിളച്ച് കുറുകി പാകത്തിന് വന്നിട്ടുണ്ട്. നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കുക. നല്ല വാസന ചെയ്ത് അല്ലേ, ഈ ഉഴുന്നൊക്കെ കൂടെ വറുത്ത് ഇതൊക്കെ കൂടെ ചേർത്ത് കഴിയുമ്പോൾ എരിശ്ശേരിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. എരിശ്ശേരിയല്ല, കൂട്ടുകറി. അങ്ങനെ നല്ല ടേസ്റ്റായിട്ടുള്ള നമ്മുടെ നാടൻ കൂട്ടുകറി തയ്യാറായിട്ടുണ്ട്. ഇതിനെ ഒന്ന് ചെറുതായിട്ടൊന്ന് തിളച്ചൊക്കെ വന്നു കഴിയുമ്പോൾ വാങ്ങി വയ്ക്കാം. ഞാൻ തയ്യാറാക്കിയ കൂട്ടുകറി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ഹൈപ്പ് ചെയ്യണം കേട്ടോ. പിന്നെ നമുക്കിനി അടുത്ത വീഡിയോയിൽ നമുക്കെല്ലാവർക്കും കാണാം.